നമ്മൾ ഇന്ന് കാലം മുന്നോട്ട് വന്ന് നമ്മുടെ പ്രേക്ഷക സമൂഹം പരിഷ്കരിക്കപ്പെട്ടപ്പോൾ അവര് മനസ്സിലാക്കുന്ന പല കാര്യങ്ങളും അന്നേ ആ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് അന്ന് അവിടെ എത്തി നിൽക്കുകയാണ്. അത്രയും ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള ത്രോട്ട് പ്രോസസ് അന്ന് നടന്നിട്ടുണ്ട്. എപ്പോഴും പറയും മുൻപേ പറഞ്ഞ പക്ഷിയാണ്. അതെ അതെ അതെ, കാലത്തിന് മുമ്പേ ആ സഞ്ചരിച്ച സിനിമകളെല്ലാം ഇന്ന് വളരെയധികം ആളുകൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. അതെ, മരപ്പെട്ട കെട്ടിയ ഗ്രാമത്തിലും ഗന്ധർവനും ഒക്കെ. പത്മരാജന്റെ ഒരു പ്രത്യേകത, അതിന്റെ ഒരു പരിപൂർണതയ്ക്ക് വേണ്ടിയിട്ട് എന്തു ഗന്ധർവൻ എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? നമ്മൾ ഈ സിനിമയിൽ കണ്ടല്ല, കലണ്ടറിൽ കണ്ടിട്ടുള്ള ദൈവങ്ങളുടെ രൂപമേ ഉള്ളൂ നമ്മുടെ മനസ്സിൽ. അപ്പോൾ ഇതെങ്ങനെയായിരിക്കും ഗന്ധർവന്റെ അപ്പിയറൻസ് വരേണ്ടതെന്നുള്ളതിന് പപ്പേട്ടൻ സമീപിച്ച ആർട്ടിസ്റ്റ് നമ്പൂതിരിയാണ്. നമ്പൂതിരിയോട് എങ്ങനെ ഇരിക്കും എന്നുള്ള രീതിയിൽ ഒന്ന് സ്കെച്ച് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചപ്പോൾ ആർട്ടിസ്റ്റ് നമ്പൂതിരി സ്കെച്ച് ചെയ്തിട്ട് അതുവരെ വരാത്ത രീതിയിലുള്ളൊരു ഗന്ധർവ രൂപം, അതിമനോഹരമായിട്ടുള്ളൊരു കിരീടമല്ല, തലയില് ആ ഒരു വെളിച്ചം, വെളിച്ചം. അത് ഭയങ്കര രസമായിരുന്നു. കിരീടമല്ല, ഒരു പകുതി കിരീടമാണോന്ന് ചോദിച്ചാൽ അതുമല്ല, അങ്ങനത്തെ ഒരു ഒരു ആഭരണമൊക്കെ അതിലൊരു വെച്ച് ലൈറ്റ് ഒക്കെ ഉണ്ട്. ഒരു ഉത്തരീയമൊക്കെ ഇട്ടിട്ട് അത് ഗംഭീരമായിട്ടുള്ള ഒരു തനി മസ്കുലിനായിട്ടുള്ള ഒരു ഫിഗർ സ്കെച്ച് ചെയ്ത് കൊടുത്തു. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് മേക്കപ്പ് എടുക്കാൻ നോക്കി. അങ്ങനെ ഒത്തിരി ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പരിപാടികൾ. മറ്റേ പെരുവഴിയമ്പലത്തിൽ ഈ ആദ്യത്തെ കൊലപാതകം നടക്കുന്ന ഒരു സമയമുണ്ടല്ലോ, വാണിയൻ കുഞ്ചുവിൻ്റെ മകൻ രാമൻ, അവിടുത്തെ ഏറ്റവും വലിയ ഗുണ്ടയായിട്ടുള്ള, അല്ല ഗുണ്ടെന്നോ എന്താ പറയുക, റൗഡി നമുക്ക് പറയാവുന്ന ഒരു സാമൂഹ്യ വിരുദ്ധനായിട്ടുള്ള ഒരു മനുഷ്യൻ. അയാൾക്കും ഫാമിലിയൊക്കെ ഉണ്ട്, അതും അദ്ദേഹം നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൻ്റെ ഇത് കാരണം കഥയൊന്നും ഞാൻ പറയുന്നില്ല. അതിൽ അങ്ങനെ വന്നപ്പോൾ ഇയാളെ കൊല്ലേണ്ട ഒരു സ്റ്റേജ് വരുവാണ്. ഈ വാണിയൻ കുഞ്ചുവിൻ്റെ മകൻ രാമൻ, വെറും 16-17 വയസ്സുള്ള പയ്യ, അശോകനാണത് ചെയ്ത്. ഇത് കൊല്ലേണ്ടി വരുമ്പം ഉത്സവപ്പറമ്പിൽ വെച്ചിട്ടാണ് ഈ സംഭവം എടുക്കുന്നത്. അപ്പോൾ ഉത്സവപ്പറമ്പിൽ രാത്രിയിൽ ഉത്സവത്തിന് അമ്പലപ്പറമ്പിൽ എന്തായിരിക്കും ഉള്ളത്, അമ്പലത്തിൽ നടക്കുന്ന എന്തെങ്കിലും കലാപരിപാടികൾ, അവിടെ പത്മരാജൻ ഉപയോഗിച്ചത് അതിമനോഹരമായ ഒരു ഹരികഥയാണ്. ഹരികഥ ഉത്സവപ്പറമ്പിൽ പശ്ചാത്തലത്തിൽ നടക്കുന്നു. അപ്പോൾ ഈ ഹരികഥ ഇടയ്ക്ക് കാണിക്കുന്നുകൊണ്ട് അതിൻ്റെ ആ ഒരു അശോകൻ അതിനെപ്പറ്റി കൂടുതൽ പറയാൻ കാണും. അശോകന് പാടാൻ പറ്റും തോന്നുന്നു. അത് ഈ കഥാപ്രസംഗം എപ്പോ ഇടയ്ക്ക് കഥ പറയും, 2-3 ലൈൻ. കഥാപ്രസംഗമല്ല, ഹരികഥ. കഥാപ്രസംഗം എന്ന് പറയുമ്പോൾ സാമൂഹ്യ, ഈ ഹരികഥ പുരാണ ഹരികഥയാ പിന്നെ കഥാപ്രസംഗമായത്. ആയത് അന്ന് ഹരികഥയാണ്. അവരെ അത് പ്രസന്റ് ചെയ്തിരിക്കുന്നത് ഹരിപ്പാട് സരസ്വതി ഇവിടെ ജയലക്ഷ്മി ശ്രീനിവാസ്. അതൊന്ന് ഒരു വരി പറയൂ അശോകൻ. അങ്ങനെ ഇരിക്കുന്നതായ കാലത്തിങ്കൽ ബാലികാസുരന്റെ ശല്യം സഹിക്കവയ്യാതെ ഭഗവാൻ നാരദമുനി ത്രൈലോക്യങ്ങൾക്കും സൃഷ്ടികർത്താവായ ശ്രീ പരമേശ്വരൻ സമക്ഷത്താൽ സങ്കടം ഉണർത്തുന്നു. പാമ്പുമെലിമ്പും ആണ്ടവനെ ചന്ദ്രകലാധരനെ വെണ്ണീറണിഞ്ഞവനെ. പിന്നത്തെ ഇവിടെയില്ല. പിന്നെ ഇടയ്ക്കുള്ളത് അവിടെ കമ്പയർ ചെയ്തിരിക്കുന്ന ദാരികൻ എന്ന് പറഞ്ഞ ഈ പറഞ്ഞ പോലെ സകല ലോകങ്ങൾക്കും കുഴപ്പമായിട്ടുള്ള ഇയാളെ കൊല്ലാനായിട്ട് കാളി പുറപ്പെടുന്നതായിട്ടാ. അത് പപ്പേട്ടൻ ചെയ്യിപ്പിച്ചത് കാവാലത്തിനെ കൊണ്ട് ഒരു ഹരികഥ എഴുതിപ്പിച്ചിട്ട് എം ജി രാധാകൃഷ്ണൻ കൂടെ ചേർന്ന് ട്യൂൺ ചെയ്തിട്ട് അതാണ് ഈ ഹരിപ്പാട് സരസ്വതി നമ്മളെ കൊണ്ട് അവതരിപ്പിച്ചിരിക്കുന്നത്. കാളി കരാളി പിശാചുവേതാളി, കാളി കരാളി പിശാചുവേതാളി, ഒരു കാതിൽ സൂര്യൻ മറുകാതിൽ ചന്ദ്രൻ, നാന്തകശൂലം വാള് വട്ടക ചക്രം ഭരിച്ച, നാന്തകശൂലം വാള് വട്ടക ചക്രം ഭരിച്ച. അങ്ങനെ പറഞ്ഞിട്ട് ഈ സന്നാഹങ്ങളോട് കൂടി മുഴുവൻ പോകാനായിട്ട് പുറപ്പെട്ടെന്ന് പടപ്പുറപ്പാട്. അത് പറയുമ്പോ വില്ലൻ ഈ സമയത്താണ് സംഭവമാണ് സിനിമയിലെ സീനുമായിട്ട് സിങ്ക് ചെയ്ത് ഒരെണ്ണം പുതിയൊരു ആർട്ട്, ഒരു വരികൾ എഴുതിച്ച് ചെയ്ത് ആ പശ്ചാത്തലത്തിൽ കഥയ്ക്ക് ചേരുന്ന രീതിയിലുള്ള ഒരു സംഭവം എഴുതിയുണ്ടാക്കിയ ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ട്, ക്ഷേത്രകലയായിട്ട് ബന്ധപ്പെട്ട ഒരു സാധനം കാവാലത്തിനെ പോലെ പ്രഗത്ഭനായിട്ടുള്ള ഒരാളെ കൊണ്ട് എഴുതിച്ച് നടന്ന കഥയാണ്. അതാണ് അതിന്റെ അത് അതുപോലെ എടുത്തു വെച്ചിരിക്കും. അതിന്റെയൊക്കെ അനുഭവിച്ചിട്ടുണ്ട് അശോകൻ. അതെ, ഞങ്ങളൊക്കെ അടുത്ത് നടന്ന സംഭവമാണത്.